Good morning. Good morning, Miss. Good morning, Miss. Okay, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ? ഓർമ്മയുണ്ടോ മെഡിക്കൽ ലീഗൽ കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണത് ഈ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആരുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പാഠം നോക്കിയിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യും. ഹോസ്പിറ്റൽസ് ശരിക്കും പറഞ്ഞ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അവരുടെ എന്താ പറയാ പെർമിഷൻ ഇല്ലാണ്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റിലീസ് ഓഫ് ഇൻഫർമേഷൻ, പേഷ്യൻസിന്റെ റെക്കോർഡ്, അതേപോലെ തന്നെ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഫയൽ ഹിസ്റ്ററി ഒന്നും നമ്മൾ ആരോടും എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ അവർക്ക് കൊടുക്കുന്നൊരു എന്താണ് ഒരു സീക്രസി അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രൈവസി നമ്മൾ കൊടുക്കുന്നുണ്ട്. പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റൊരാളോടും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നോക്കുക, റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് കോൺഫിഡൻഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീക്രസി, അതേപോലെ പ്രൈവസി, രഹസ്യാത്മകത എന്ന് മലയാളത്തിൽ പറയും. നമ്മള് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മറ്റൊരാൾ അറിയാതെ തന്നെ സൂക്ഷിക്കും. എല്ലാ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസും നമ്മൾ എന്താണ് സീക്രറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കണം. മെഡിക്കൽ റെക്കോർഡ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, whether in oral form or written document relating to any identified patient is confidential. Accordingly, computer stored data, information obtainable either in the form of medical record, disease or operation index, photograph, microfilms, videotape, audio tape, or other device used for this purpose should be treated as confidential documents. നമ്മൾ ഹോസ്പിറ്റലില് നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ, അതേപോലെ ഹെൽത്ത് ഇൻഫർമേഷൻ, പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ, പേഴ്സൺ ഇന്നൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വന്നത്, അങ്ങനെ ഓറൽ ആയിട്ടോ റിട്ടേൺ ആയിട്ടോ, ഓറൽ എന്ന് വെച്ചാൽ നമ്മൾ വാക്കാൽ പറയുന്നത് നമ്മൾ എന്ത് പറയുന്നത്, ഓറൽ എന്ന് പറയുന്നത്. റിട്ടേൺ ഡോക്യുമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റ്സോ ഒന്നും മറ്റൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. Relating to any identified patient is confidential. നമ്മൾ ഈ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് എന്താ പറയുക സീക്രട്ട് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട്. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. നമ്മൾ ഇൻഫർമേഷൻസ് ഒന്നല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ആയിരിക്കും, റിട്ടേൺ ഡോക്യുമെന്റ്സ് ആയിരിക്കും. എന്താണ് അസുഖം, അതേപോലെ ഓപ്പറേഷൻ ഇൻഡെക്സ്, അതേപോലെ ഫോട്ടോഗ്രാഫ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ എക്സ്റേയും അതേപോലെ സ്കാനൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ്, മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്പ് ഒക്കെ ഉണ്ടാകുന്ന ബയോപ്സി ഒക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു വീഡിയോ ടേപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഓഡിയോ ടേപ്പ്, അല്ലാതെ എന്ത് ഡിവൈസ് വെച്ച് നമ്മൾ എടുത്ത ഇൻഫർമേഷൻ ആയാലും എന്തൊരു ഡോക്യുമെന്റ്സ് ആയാലും പേഷ്യന്റിനെ കുറിച്ചിട്ട് എന്തൊരു ഡോക്യുമെന്റ്സ് ആയാലും നമ്മളത് കോൺഫിഡന്റ് ആയിട്ട് സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. അവരുടെ ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. നല്ല കോൺഫിഡൻസോട് കൂടി സീക്രസിയോട് കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മളൊരു ഉറപ്പ് ആൾക്ക് കൊടുക്കുന്നുണ്ട്, പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. സോ ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ പെർമിറ്റഡ് ടു ഡീൽസ് വിത്ത് സച്ച് ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള പെർമിഷൻസ് ഉള്ളൂ. ഓതറൈസ്ഡ് പേഴ്സൺസ് മാത്രം ആണ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. Authorized staffs are those
who are looking after the patient. ഈ authorized staff ആരൊക്കെയാണെന്ന് പറയുന്നത് ഈ പേഷ്യൻസിനെ നോക്കുന്ന ആൾക്കാർ, ഡോക്ടർ ആവാം, നേഴ്സ് ആവാം, നോർമലി ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ആൻഡ് നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പേഴ്സണൽസ് ആൻഡ് ദ സ്റ്റാഫ്സ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ആരൊക്കെ ആവാം? മെഡിക്കൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാവാം, പാരാമെഡിക്കൽ പേഴ്സൺസ് ആവാം, അതേ കൂടാതെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്കും ഈ ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. വേറൊരാൾക്കും ഈ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കാനോ ഉള്ള അധികാരം വേറൊരാൾക്കും ഇല്ല. ഇനിയാണ് റിലീസ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് പറയുന്നത്. ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻസ് മറ്റുള്ള അതോറിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, മറ്റുള്ള അതോറിറ്റിക്ക് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ആ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത് എന്ന് നോക്കാം. കണ്ടീഷൻസ് എക്സാമ്പിൾ പറയുന്നത് ഇഞ്ചുറീസ്, വല്ല ആക്സിഡന്റോ ഇഞ്ചുറി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻഫർമേഷൻസ് പോലീസിന് ഇൻറ്റിമേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റി പറയാറുണ്ട്. പോയിസൺസ് അറിയാലോ, പോയിസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിഷം ഉള്ളിൽ ചെന്നിട്ടുള്ള പേഷ്യന്റ് ആണ്, അബോർഷൻ ആയിട്ട് വന്ന കേസുകളാണ്. കേസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്, സൂയിസൈഡ്, ഹോമിസൈഡ്. ആക്സിഡന്റ് കേസുകൾ പോലീസിനോട് ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്, നമ്മൾ റെക്കോർഡും അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. സൂയിസൈഡ് കേസുകൾ, ഹോമിസൈഡ് എന്ന് വെച്ചാൽ നരഹത്യ, മറ്റു മർഡർ എന്ന് അങ്ങനെ മീനിങ് പറഞ്ഞിട്ട് ഹോമിസൈഡ് എന്ന് വെച്ചാൽ നരഹത്യയാണ്. ഹൗ ടു ഇന്റിമേറ്റ് ദ പോലീസ് ആൻഡ് അതർ ലീഗൽ അതോറിറ്റി. ഇങ്ങനത്തെ കേസുകളിൽ മാത്രമാണ് നമ്മൾ സാധാരണയായിട്ട് പോലീസിനോ അല്ലെങ്കിൽ മറ്റുള്ള ലീഗൽ അതോറിറ്റിയോ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ട്രാൻസ്മിറ്റബിൾ ഡിസീസ്, പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്, പകർച്ചവ്യാധി വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ അല്ലെങ്കിൽ നിപ്പയൊക്കെ പോലത്തെ അസുഖങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ നമ്മുടെ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യാറ്? പാസ് ചെയ്യാറുണ്ട്. കാരണം അത് റിപ്പോർട്ട് ചെയ്യണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്ന പേഷ്യന്റിന് ഇന്നൊരു അസുഖവും ഇന്ന ലക്ഷണങ്ങളായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന ദിവസം മുതൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ലോക്കൽ അതോറിറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഹയർ അതോറിറ്റിനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ട്രാൻസ്മിറ്റബിൾ ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ട്രാൻസ്മിറ്റബിൾ ഡിസീസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റി കൺസേൺസ്. അവർക്ക് കൺസേൺസ് ഉള്ള നമ്മൾ എന്തുകൊണ്ട് ട്രാൻസ്മിറ്റബിൾ ഡിസീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ ബർത്ത്, ഡെത്ത്, ഫേറ്റൽ ഡെത്ത് എന്ന് വെച്ചാല് ബർത്ത് അറിയാല കുട്ടികളുടെ ജനനം, അതേപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് പേഷ്യൻസ് മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ, ലോക്കൽ അതോറിറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ അത് എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റി ഉണ്ട്. നമ്മുടെ ഡെത്ത് റേറ്റും അതേപോലെ ബർത്ത് റേറ്റ് ഒക്കെ നോക്കുന്ന ആ ഒരു അതോറിറ്റിയിൽ എത്ര ഇന്ന ദിവസം ഇന്നൊരു കുട്ടി ഗേളാണോ ബോയാണോ നമ്മുടെ ഹോസ്പിറ്റലിൽ ജനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മുടെ കൺസൾട്ടിംഗ് ഡോക്ടർ ആരോട് ഇൻഫോം ചെയ്തിരിക്കണമെങ്കിൽ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ ഇൻഫോം ചെയ്യുന്നതൊക്കെ റൂൾസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് മരണം സംഭവിച്ചതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം മരണം സംഭവിച്ചതോ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫേറ്റൽ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുക്കള് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചാലും നമുക്ക് എന്താണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. നമ്മള് സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. How to report to civil registration authority either directly through the member of the family, ഒന്നില്ലെങ്കിൽ ഡയറക്ട്ലി നേരിട്ട് നമ്മൾ ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്. കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഫാദറോ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ലോക്കൽ അതോറിറ്റി പോയിട്ട് അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. Okay. Court order, the hospital also must provide information in response to court order. കോർട്ട് ഓർഡർ ഇറക്കിയിരിക്കുകയാണെങ്കിൽ ഇന്ന പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളോട് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പേഷ്യൻസിന്റെ എന്താ പറയാ ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യാറുണ്ട്. ഇത്രയും സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻസ് ആൾക്ക് പാസ് ചെയ്ത് പുറത്തൊരാൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നോക്കൊന്നും കൂടി. സാധാരണയായിട്ട് നമ്മൾ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നല്ല സീക്രസിയോട് കൂടി ആയിരിക്കണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ നല്ല സീക്രറ്റ്സോട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഒരു കാരണവശാലും ഓറൽ ആയിട്ടോ റിട്ടൺ ആയിട്ടോ മെഡിക്കൽ റെക്കോർഡ്സ് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല? പാസ് ചെയ്യാനായിട്ട് പാടില്ല.
ഇനിയിപ്പോ എന്താവട്ടെ, കമ്പ്യൂട്ടർ ബേസ്ഡ് സ്റ്റോർഡ് ഡാറ്റ ആവട്ടെ, മെഡിക്കൽ റെക്കോർഡ്സ് ആവട്ടെ, ഡിസീസിനെ കുറിച്ചുള്ള വിവരങ്ങളാവട്ടെ, എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ മൈക്രോഫിലിംസോ, അതേപോലെ ഒരു കാര്യവും റേഡിയോ ഓഡിയോ ടേപ്പോ വീഡിയോ ടേപ്പോ ഒന്നും നമ്മൾ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ അത് സൂക്ഷിച്ചു വെക്കണം. ഇനി ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ, കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പൊ ആരൊക്കെയാണ് ഓതറൈസ്ഡ് പേഴ്സൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പേഷ്യന്റിനെ നോക്കിയിട്ടുള്ള വ്യക്തികൾ, അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ്സ് ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, ഫിസിഷ്യൻ ആവട്ടെ, സ്റ്റാഫ് ആവട്ടെ, പാരാമെഡിക്കൽ പേഴ്സൺസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിലെ നമ്മുടെ ഹോസ്പിറ്റൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആകട്ടെ, ഇവർക്ക് മാത്രമേ എന്തിനുള്ള അധികാരമുള്ളൂ, നമ്മുടെ ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ചെയ്യാനുള്ള അധികാരമുള്ള ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഏതെല്ലാം കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. ഏതൊക്കെ കണ്ടീഷനിലാണ്? ഇഞ്ചുറിയുടെ കേസ്, ഒരു പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇഞ്ചുറി ആയിട്ട് കൊണ്ടുവരണം, അതേപോലെ തന്നെ പോയിസൺ ആയിട്ട് കൊണ്ടുവരണം, പോയിസൺ കഴിച്ചിട്ട് കൊണ്ടുവരേണ്ട ആ കേസ്, അബോർഷൻ കേസ്, എന്തെങ്കിലും ആക്സിഡന്റ്, സൂയിസൈഡ്, ഹോമിസൈഡ് ഒന്ന് എഴുതി വെച്ചോട്ടെ, അമ്മ മീറ്റിംഗ് ആണ്. ഹോമിസൈഡ് എന്ന് വെച്ചാൽ ശരിക്കും നരഹത്യ എന്നാ പറയണത്. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ആരുടെ അടുത്ത് ഇൻഫോം ചെയ്യണമെന്നാണ് പറയണത്, പോലീസിന്റെ അടുത്തോ ലീഗൽ അതോറിറ്റിയുടെ അടുത്തോ അത് ഇൻഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പകർച്ചവ്യാധികൾ, നമുക്കറിയാതെ ട്രാൻസ്മിറ്റബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികളാണ്. നമ്മളൊരു ട്രാൻസ്മിറ്റബിൾ ഡിസീസിൽ നിന്നും ജസ്റ്റ് ഒന്ന് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്ത് പറഞ്ഞവരാണ് നമ്മൾക്ക് ഭൂരിഭാഗം പേരും. അപ്പൊ നമുക്കറിയാം കൊറോണ പോലത്തെ എന്തെങ്കിലും ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസുകൾ എന്തെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യണം, നമ്മളെ ലോക്കൽ അതോറിറ്റിയിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മളുടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡെത്തോ അല്ലെങ്കിൽ ഫേറ്റൽ ഡെത്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ കോർട്ട് ഓർഡർ വന്നിട്ടുണ്ട്, ഈ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ കോർട്ടിൽ ഹാജരാക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ഇൻഫർമേഷൻസ് കോർട്ടിന് കൊടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാറ്. ഒന്ന് വായിച്ചു നോക്കിയോ, ഒരു മിനിറ്റ് തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും. ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളുടെ മരണം ഉണ്ടല്ലോ, അത് റിപ്പോർട്ട് ചെയ്യണം എന്നാ പറയുന്നത്. ഗർഭസ്ഥ ശിശുക്കളുടെ മരണം കേട്ടോ. അപ്പം കേട്ടാ, നമ്മുടെ കുട്ടി അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് തന്നെ മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു ടൈം നമ്മള് ആ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളത് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലല്ല ലോക്കൽ അതോറിറ്റിയിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കട്ടോ.
എല്ലാവരും വായിച്ചു നോക്കിയോ? റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? റിലീസ് ഓഫ് ഇൻഫർമേഷൻ ഒന്നും പറയാമോ? ഓക്കെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് അല്ലെങ്കിൽ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സീക്രട്ട് ആയിട്ട് മാനേജ് ചെയ്യണം. ഈ ഇൻഫർമേഷൻസ് മറ്റൊരാളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാനോ എന്ത് ഡീറ്റെയിൽസും അസുഖം ഓറലായിട്ടോ റിട്ടേൺ ആയിട്ടോ നമ്മൾ ഈ ഇൻഫർമേഷൻസ് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അത് നമ്മൾ എന്താവട്ടെ, ഒരു ചെറിയ റെക്കോർഡ് ആവട്ടെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റാസ് ആവട്ടെ, അസുഖത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫോട്ടോഗ്രാഫ്സോ മൈക്രോഫിലിംസ് നമ്മളിപ്പോ ബയോപ്സിയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വീഡിയോസ് അങ്ങനത്തെ വീഡിയോയിലേക്ക് ഓടിയെടുപ്പോ ഒന്നും നമ്മൾ ആരോടും എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. ഇത് നല്ല കോൺഫിഡന്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിച്ചു വെക്കണമെന്നാണ് പറയുന്നത്. ഇനി ഇത് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഓതറൈസ്ഡ് പേഴ്സൺസ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് നോക്കിയിട്ടുള്ള ഫിസിഷ്യനോ നേഴ്സോ ആവാം, അതേപോലെ തന്നെ പാരാമെഡിക്കൽ പേഴ്സണൽസ് ആവാം, ഹെൽപ്പ് ചെയ്യുന്ന മെഡിക്കൽ പേഴ്സൺസിനെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളാവാം, അതേപോലെ തന്നെ സ്റ്റാഫുകളാവാം. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സ്റ്റാഫുകൾക്കും ഈ ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി ഹോസ്പിറ്റൽസ് ഈ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യും. അത് കുറച്ച് കേസുകളിൽ മാത്രമാണ് ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാറ്, റിലീസ് ചെയ്യാറ്. ഇപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു പേഷ്യന്റ് ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ ഇൻഷുറൻസ് അസ്വാഭാവികത തോന്നി. ഒരാൾ വീണു എന്ന് പറഞ്ഞു വന്നിട്ട് നല്ല ചതവും ഭയങ്കരമായിട്ട് തോന്നുമ്പോ അറിവ് ഉപദ്രവിച്ചതാണെങ്കിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് അങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ അത് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇൻഷുറൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പോലീസിന്റെ അടുത്തോ അല്ലെങ്കിൽ അടുത്ത ലോക്കൽ അതോറിറ്റിയിലോ റിപ്പോർട്ട് ചെയ്യും. അതേപോലെ പോയിസണിങ് കേസുകൾ ഉണ്ടാവും, വിഷം കഴിച്ചു വരുന്ന കേസുകൾ, അബോർഷൻ കേസുകൾ ഉണ്ടാവും. അതേപോലെ പിന്നെ ആക്സിഡന്റ്, സൂയിസൈഡ്, ആത്മഹത്യാ ശ്രമങ്ങള്, അതേപോലെ ഹോമിസൈഡ്, നരഹത്യ, അങ്ങനത്തെ ഒരു കേസുകൾ നമ്മൾ ലോക്കൽ അതോറിറ്റിയിലോ അല്ലെങ്കിൽ പോലീസിന്റെ അടുത്തോ ഇൻഫോം ചെയ്തതായിട്ട് വരും. ഇനി നമ്മുടെ ഹോസ്പിറ്റൽസ് എന്തെങ്കിലും ട്രാൻസ്മിറ്റബിൾ ഡിസീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലോക്കൽ അതോറിറ്റിയിലായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പറയുന്നത് ഒരു നമ്മുടെ ബർത്ത് ഡെത്ത്, ഫേറ്റൽ ഡെത്ത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഹോസ്പിറ്റലിൽ നമ്മുടെ ലോക്കൽ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈ ഇൻഫർമേഷൻസ് പിന്നെ എപ്പോഴാണ് റിലീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കോർട്ടിന്റെ ഓർഡർ ഉണ്ട്. കോർട്ട് നമുക്കൊരു ഓർഡർ അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വേണം എന്ന് പറഞ്ഞ് കോർട്ട് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. എല്ലാവരും ഇത് വായിച്ചു നോക്കിയാ? റിലീസ് ഓഫ് ഇൻഫർമേഷൻ മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് കണ്ടന്റ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റാസ് ആണ് നമ്മൾ പറയുന്നത്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, നമ്മൾ അഡ്മിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്, എന്തുകൊണ്ടാണ് പേഷ്യന്റ് എടുത്തത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അഡ്മിഷൻ ചാർജ് റെക്കോർഡ് പറയുന്നത്. അറ്റൻഡേഷൻ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഇത് സാക്ഷ്യപ്പെടുത്തണം. നമ്മള് എന്ത് പ്രസ്താവന, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സാക്ഷ്യപ്പെടുത്തണം. ഇതിലൊക്കെ കാരണങ്ങളാണ് പേഷ്യന്റ് നമുക്ക് ഹോസ്പിറ്റൽസ് അഡ്മിഷൻ എടുത്തത്. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. കണ്ടന്റ് ഫോർ ഡീറ്റെയിൽസ് ഓഫ് ഇൻഫർമേഷൻസ്, നമ്മൾ വിവരങ്ങൾ പുറത്തു വിടുകയാണെങ്കിൽ അത് കോൺഫിഡന്റ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടന്റ് അല്ലട്ടെ, കൺസെന്റ് ആണ്. CONSENT എന്നാണ്, കണ്ടന്റ് എന്നാണ് ഞങ്ങളുടെ കൺസെന്റ് എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം. നാലാമത്തെ പോയിന്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കൺസെന്റ് എന്നാണ്. നമ്മള് പേഷ്യന്റ് കൺസെന്റ്, ഓക്കെ കറക്റ്റ്. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, വിവരങ്ങൾ പുറത്തു വിടുന്നത് കോൺഫിഡന്റ് ആയിരിക്കണം എന്നുള്ള മീനിങ് ആണ്. കോൺഫിഡൻസി അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്, കൺസെന്റ് നമ്മുടെ മീനിങ്, സത്യപ്രസ്താവന ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും സ്പെഷ്യൽ കൺസെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും
ഇപ്പൊ ചില ഇൻഫർമേഷൻസ് ഒരു കാരണവശാലും പുറത്തേക്ക് കൊടുക്കാൻ പാടില്ലാത്തതാവും. പേഷ്യൻസിന് ചിലപ്പോൾ വല്ല ഡയഗ്നോസിസോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് തന്നെയാണെങ്കിൽ അത് കൊടുക്കാനായിട്ട് നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരാളായിട്ട് ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജസ്റ്റ് നമ്മളൊരു റെഫറൻസിന് വേണ്ടി മറ്റൊരു ഡോക്ടറിനോട് ഈ ഡീറ്റെയിൽസ് ചോദിക്കണമെങ്കിൽ പോലും നമ്മൾ ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഇൻഫർമേഷൻസ് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. കോൺഫിഡൻസോട് കൂടിയായിരിക്കും നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡ് അല്ലെങ്കിൽ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, റെക്കോർഡ് റിലേറ്റീവ് വിത്ത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. നമ്മൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റിലേറ്റ് ചെയ്യുന്ന റെക്കോർഡുകളാണ് നമ്മൾ പറയുന്നത്. ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. നമ്മൾ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഐഡി ഇൻഡിക്കേറ്റ്സ്, ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്. ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എത്ര ട്രീറ്റ്മെന്റ് ആയിട്ട് എത്ര ഫണ്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഫിനാൻഷ്യൽ ഡാറ്റയിൽ പറയുന്നത്. ഡാറ്റ കളക്ട് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോം ഫിൽ ചെയ്യാറുണ്ട്, അഡ്മിഷൻ ചീട്ട് ഫിൽ ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ, നമ്മള് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷനിൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാറുണ്ട്. നെയിം, അഡ്രസ്, ഏജ്, സെക്സ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് നമ്മൾ അഡ്മിഷന്റെ സമയത്ത് തന്നെ നമ്മൾ ഫിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഡാറ്റ കളക്ട് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്തുണ്ടാവും, ഈ റെക്കോർഡിൽ ഉണ്ടാവും. നമ്മൾ അഡ്മിഷന് മുമ്പായിട്ട് ആ പേഷ്യന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ്. ഈ കണ്ടന്റ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ആൻഡ് ഫേസ് ഷീറ്റ്. കുറച്ച് ഷീറ്റുകളാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, പേഷ്യന്റ് എന്ത് ഇൻഫർമേഷൻ, എന്ത് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്, അതേപോലെ ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഒക്കെ പൂർണ്ണമായിട്ടും അല്ല അസുഖങ്ങളൊക്കെ മാറി ഡിസ്ചാർജ് ആവുമ്പോൾ ആ പേഷ്യന്റിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ട്രീറ്റ്മെന്റ് സമയത്ത് എല്ലാവർക്കും ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡിലേക്ക് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. നമുക്ക് ഇനി പഠിക്കാനുണ്ട്, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അഡ്മിഷൻ റിപ്പോർട്ടും ഡിസ്ചാർജ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇനി ഒന്നുകൂടി പഠിക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്തുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. The back of admission or discharge sheet is often used for condition of admission. അപ്പോൾ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങിക്കണം. നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ സൈൻ ചെയ്ത് തന്നെ ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസെന്റ് നമ്മുടെ പേഷ്യൻസിന്റെ ഡിസ്ചാർജും അതേപോലെ അഡ്മിഷൻ ഷീറ്റ് സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഇൻഫർമേഷൻസ് മറ്റുള്ളവരായിട്ട് ചെയ്യാൻ പാടുള്ളൂ, പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് എബിലിറ്റി ടു റിസീവ് റൂട്ടീൻ കെയർ. ഇത് ചില പേഷ്യന്റ് റൂട്ടീൻ കെയർ സ്ഥിരമായിട്ട് നമ്മൾ ആ കെയർ കൊടുക്കാനായിട്ടുള്ള കൺസെന്റ് അല്ലെങ്കിൽ എഗ്രി ചെയ്തിട്ടുള്ള ഒരു ഉറപ്പാണ്. ഹോസ്പിറ്റൽ ക്യാനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. എപ്പോഴും നമുക്ക് ഹോസ്പിറ്റൽസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മള് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഡോക്ടേഴ്സ് പറയാറ് ഇത്ര പെർസെന്റേജ് നമുക്ക് ഉറപ്പ് തരാൻ പറ്റുള്ളൂ എന്നാ പറയാറ്. അപ്പൊ ഫുൾ ഗ്യാരണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേഷ്യന്റ് ലൈഫിനെ കുറിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എത്ര ശതമാനം നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ, ആ ഒരു ഉറപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിഷൻ ക്ലർക്ക് ടു ഡിസ്ക്രൈബ് ദ പേഷ്യന്റ് ദ കണ്ടന്റ് ഓഫ് ദ ഫോംസ് ഓഫ് ദിസ് ഫോംസ് ആൻഡ് ഇറ്റ്സ് പർപ്പസ്. കൺസെന്റ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ അഡ്മിഷൻ ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ് പേഷ്യന്റിനെ കുറിച്ച് പേഷ്യന്റിനോട് ഈ കാര്യങ്ങളൊക്കെ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസും ഈ കണ്ടന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഉത്തരവാദിത്തമാണ്. നമ്മുടെ അഡ്മിഷൻ സ്റ്റാഫിന്റെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷൻ സ്റ്റാഫിന്റെ ഉത്തരവാദിത്തമാണ് ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻസ്. അപ്പൊ നമ്മള് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്, കൺസെന്റ് വാങ്ങിക്കേണ്ടതായിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ കൺസെന്റ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് പെർമിറ്റ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് സ്പെസിഫിക്കലി നെയിംഡ് ഓർഗനൈസേഷൻ കോപ്പീസ് ഓഫ് ദ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കൺസെന്റ് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ കോപ്പീസ് ആയിരിക്കും, നമ്മൾ പേഷ്യന്റ് റെക്കോർഡിനെ കുറിച്ചുള്ള കോപ്പി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ആ മെയിൻ ആയിട്ടുള്ള ഫയൽ അല്ല ഷെയർ ചെയ്യേണ്ടത്, കോപ്പീസ് കൊടുക്കണം. അതേപോലെ തന്നെ ആ ഫയലിന്റെ ബാക്കില് നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റ് റെക്കോർഡ് എഴുതി സൈൻ ചെയ്യിക്കണം, പേരെഴുതി സൈൻ ചെയ്യിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേഷ്യന്റ് ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലീസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. എന്താ പറയുന്നത്,
പേഷ്യൻസിന് ആ ഓർഗനൈസേഷൻ കോപ്പീസ് കൊടുക്കണം. പേഷ്യന്റ് റെക്കോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് അത് കൊടുത്തതിന് ശേഷം അതിൽ നമ്മൾ ആ ബാക്കില് അഡ്മിഷണൽ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്കില് പേഷ്യന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മറ്റൊരാളായിട്ട് എന്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ, പാസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. It permits the hospital to send specifically name the organizational copy of the patient medical record. Patient medical records in the copies are sent to the It is on the back of the admission of discharge form. The patient's signature on this form permits the hospital to release the medical information complied during the current episode of care. അപ്പോൾ നമ്മൾ ആ അഡ്മിഷൻ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്കിൽ പേഷ്യന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹോസ്പിറ്റൽസിന് ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ റിലീസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അത് ചിലപ്പോൾ ആ ഒരു എപ്പിസോഡ് ഓഫ് കെയർ ഉദ്ദേശിക്കുന്നത് എടുത്ത ട്രീറ്റ്മെന്റിന്റെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മുമ്പത്തെ പഴയ ഹിസ്റ്ററീസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. ചില കേസുകളിൽ സ്പെഷ്യൽ കൺസെന്റ് പേഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാനായിട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. Need for any non-routine diagnostic therapy procedures are done on the patient. ഇനി സാധാരണ റൂട്ടീൻ റൂട്ടീൻ ടെസ്റ്റുകൾ ഒന്നല്ല, ഈ നോൺ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് തെറാപ്പീസ് അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേഷ്യന്റിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. This gives written proof that the patient agreed to procedure record in all the form. നമ്മൾ റിട്ടേൺ ആയിട്ട് അവരിൽ നിന്ന് എഴുതി കാണിക്കണം. പേഷ്യന്റ് കയ്യിൽ പേഷ്യന്റിന്റെ സമ്മതപ്രകാരമാണ് ഞങ്ങൾ ഈ ഇൻഫർമേഷൻസ് ഇന്നൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് വാങ്ങിക്കണം. നേരത്തെ വെച്ചാല് അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്കിൽ സൈൻ ചെയ്താൽ മതി. ഇതിൽ അങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോമില് നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് എഴുതി വാങ്ങിക്കണം. റിട്ടേൺ പ്രൂഫ് ആണ്. Condition of the participation required and that the medical staff by law rules and regulations states that surgical operations will be executed only in the consent of patient or legal representative except in emergency. അപ്പോൾ വേറെ കണ്ടീഷൻ പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് സർജിക്കൽ ഓപ്പറേഷൻ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യന്റിന്റെ കൺസെന്റോ അദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സർജറിയുടെ ഡീറ്റെയിൽസ് സർജറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. സ്പെഷ്യൽ കൺസെന്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ പേഷ്യൻസിന്റെ സർജറിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിലീസ് ചെയ്യാൻ പാടുള്ളൂ. എക്സെപ്റ്റ് ഇൻ എമർജൻസി കേസുകൾ ഒഴികെ മാത്രം. ഓക്കെ, ബാക്കി ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യാനുള്ളൂ. ഒന്നും കൂടി പറയാം നമുക്ക് കേട്ടോ. നമ്മൾ കണ്ടൻസ് മെഡിക്കൽ റെക്കോർഡാണ് പറഞ്ഞത്. ഡാറ്റ റിലേറ്റീവ് ടു അഡ്മിഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ്മെന്റ്, പേഷ്യന്റ് ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്ത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കണ്ടീഷണൽ അഡ്മിഷൻ, എന്തുകൊണ്ടാണ് നമ്മുടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തത്, നമ്മൾ ഇൻഫർമേഷന്റെ കൺസെന്റ് ആണ്, കൺസെന്റ് ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, പേഷ്യന്റ് കൺസെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി സ്പെഷ്യൽ കൺസെന്റ് എന്താണ്, ഇതാണ് നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. റെക്കോർഡിലേക്ക് വിത്ത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ആയിട്ട് ചെയ്യുന്ന റെക്കോർഡുകളാണ് പറയുന്നത്. ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റാസ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതേപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ അഡ്മിഷൻ റെക്കോർഡിൽ എന്ത് ചെയ്യാറുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. Data collected at the time of admission. അഡ്മിഷൻ സമയത്ത് നമ്മുടെ പേഷ്യന്റ് കയ്യിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട്. പേര്, അഡ്രസ്, അതേപോലെ തന്നെ ഏജ്, ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് മുമ്പ് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു, ഫാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അഡ്മിഷൻ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ തന്നെ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയുടെ ഒക്കെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കുറെ ഡീറ്റെയിൽസ് അവർ വന്ന് അഡ്മിഷൻ എടുത്തതിൽ തന്നെ നമ്മളോട് കുറെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കാറുണ്ട്. ഇതിന് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും അസുഖങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് എന്തെങ്കിലും അലർജീസ് ഉണ്ടായിരുന്നോ, ബ്ലഡ് ഗ്രൂപ്പ് അവർ നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ഗ്രൂപ്പ് കറക്റ്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണത്, അഡ്മിഷൻ റെക്കോർഡ് ചെയ്യണത്. അതിന് കറക്റ്റ് ആയിട്ടുള്ള തെളിവ് ഉണ്ടെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അഡ്മിഷൻ സമയത്ത് കളക്ട് ചെയ്യും, ഈ റെക്കോർഡിൽ എഴുതി വെക്കുകയും ചെയ്യും. ഇനി നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഷീറ്റും അതേപോലെ അഡ്മിഷൻ
ഡിസ്ചാർജ് റെക്കോർഡ്, പിന്നെ സമ്മറി ഷീറ്റ്, പേഷ്യന്റ് രോഗത്തിനെ കുറിച്ചുള്ള ഫുൾ സമ്മറി എല്ലാവരും നമ്മൾ ഈ ഒരു അഡ്മിഷൻ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി കണ്ടീഷൻസ് ആണ് പറയുന്നത്. ബാക്ക് ഓഫ് അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് ഷീറ്റ്, നമ്മൾ അഡ്മിഷൻ ഡിസ്ചാർജിന്റെ ഷീറ്റ് ബാക്കിലാണ് സാധാരണയായിട്ട് ഈ ഇൻഫർമേഷനൊക്കെ റിലീസ് ചെയ്യാനുള്ള കൺസെന്റ്. ആരോ ഫുഡ് കൊടുക്കാതെ പേഷ്യന്റോ ഫുഡ് കൊടുക്കാതെ അങ്ങനെ സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റൽസിന് മറ്റൊരു വ്യക്തിയായിട്ട് നമുക്ക് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ, ഷെയർ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് എഗ്രീസ് ടു കെയർ. നമ്മുടെ ഹോസ്പിറ്റൽസിന് പൂർണ്ണമായിട്ടും എന്ത് കൊടുക്കാൻ പറ്റില്ല, ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം പറയും നമ്മളിപ്പോ സർജറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയാറ്, എന്ത് ചെയ്യും അവര് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് പറയാറ്, സർജറി ചെയ്താലും ഒരു 50-50 ആണ് ചാൻസ് അദ്ദേഹം ജീവിതത്തിലേക്ക് പഴയ ആരോഗ്യമായിട്ട് തിരിച്ചു വരും എന്നുള്ളത് 50 ആണ്. അങ്ങനെ ഒരു ഉറപ്പ് കറക്റ്റ് ആയിട്ട് നമുക്കത് പറയാറില്ല ഹോസ്പിറ്റലിന്. ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി, നമ്മുടെ അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് ആണ് പേഷ്യൻസിനോട് ഇതിനെ കുറിച്ചിട്ടുള്ള കണ്ടന്റ്സ്, അതിന്റെ പർപ്പസും ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഉത്തരവാദിത്തം ആദ്യമാണ് നമ്മളുടെ അഡ്മിഷൻ ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി നമ്മൾ പറഞ്ഞു 2 കൺസെന്റുകൾ ഉണ്ട്. സാധാരണ ഇൻഫർമേഷൻസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി സാധാരണ ഒരു കൺസെന്റ് മതി. നമ്മൾ അഡ്മിഷൻ റെക്കോർഡിന്റെയും അതേപോലെ തന്നെ ഡിസ്ചാർജ് റെക്കോർഡിന്റെയും ബാക്കിൽ പേഷ്യന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. നമുക്ക് ആ ഒരു എപ്പിസോഡ് ഓഫ് കെയർ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ചില കേസുകളിൽ പേഷ്യൻസിന്റെ സ്പെഷ്യൽ കെയർ സ്പെഷ്യൽ കൺസെന്റ് വേണ്ടിവരും. എന്തെങ്കിലും നോൺ റുട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസിസ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ ക്യാൻസറായിട്ട് ക്യാൻസറായിട്ട് ട്രീറ്റ് ബയോപ്സിയോ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ പേഷ്യന്റിന്റെ കൺസെന്റ്, റിട്ടേൺ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു വ്യക്തിയായിട്ട് ഹോസ്പിറ്റൽ ആരായാലും പുറത്താണെങ്കിൽ പോലും പുറത്തായിട്ട് ഷെയർ ചെയ്യാനുള്ള അധികാരമുള്ളൂ. എനിക്ക് അത് റിട്ടേൺ ആയിട്ട് പേഷ്യന്റ് ആ ഫോമിൽ എഴുതി നമുക്ക് സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ ആ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ കൺസെന്റ് കേസിലാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് പേഷ്യന്റ് എന്തെങ്കിലും സർജിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, സർജറിയോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ലോ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പേഷ്യന്റിന്റെ ഭാഗത്ത് നമുക്ക് ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് സംബന്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ കൺസെന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള ഇൻഫർമേഷൻ കോർട്ടിലാണെങ്കിൽ പോലും ഷെയർ ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളൂ, ഹോസ്പിറ്റൽസിനുള്ളൂ. ഒന്ന് വായിച്ചേ. കൺഫ്യൂസിംഗ് ആണെന്നറിയാം. ആ ഓർഡറിൽ തന്നെ കറക്റ്റ് ആയിട്ട് വായിച്ചു തരാം കേട്ടോ.
വായിച്ചു നോക്കി എല്ലാവരും. ആ ഒരു ഓർഡറിൽ തന്നെ ഇങ്ങനെ വായിച്ചാൽ മതി. വായിച്ചു നോക്കിയോ? ഈ ഒരു ഏരിയ കൺഫ്യൂഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല കേട്ടോ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അല്ല. നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് നമ്മുടെ റെക്കോർഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. ഇതിന് ഇമ്പോർട്ടന്റ് ആയത് ഇമ്പോർട്ടന്റ് പറയാം കേട്ടോ. ആ ഇൻഫർമേഷൻസ് എങ്ങനെ റിലീസ് ചെയ്യണം, അതിന്റെ കൺസെന്റ് എങ്ങനെ വാങ്ങിക്കണം, ചില കേസുകൾ സ്പെഷ്യൽ കൺസെന്റ് വാങ്ങിക്കേണ്ടതായിട്ട് വരും പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന്, ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു കേട്ടോ. ഡൗട്ട് ഉണ്ടോ കുട്ടികളെ? ഓക്കെ, നമുക്ക് ഇനി അടുത്തത് നോക്കേണ്ടത് ക്ലിനിക്കൽ ഡാറ്റാസ് ആണ് ഇനി വരുന്നത് കേട്ടോ. നമ്മള് മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞു. നമുക്കൊരു 23 റെക്കോർഡുകൾ പഠിക്കാനുണ്ട്. അപ്പൊ 23 നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചത്, 24 ഡിപ്പാർട്ട്മെന്റ് പഠിച്ചത്. അതേപോലെ 23 റെക്കോർഡുകൾ നമ്മൾ പഠിക്കാനുണ്ട്. പേഷ്യൻസിന്റെ റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്നും പറഞ്ഞു എന്തൊക്കെയാണ് ആ 23 റെക്കോർഡുകൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പറയുന്നത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് പറയുന്നത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോഴും അതേപോലെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡ് അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ്. മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള പഴയ ഹിസ്റ്ററി നമ്മൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് മെഡിക്കൽ ഹിസ്റ്ററി പറയുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മൾ ഫിസിഷ്യൻ ആ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്ത് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്തപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഫിസിഷ്യൻ ഓർഡർ ആണ് നാലാമത്തെ ഫിസിഷ്യൻസ് എന്നുള്ളൂ. ഫിസിഷ്യൻസ് ഓർഡറിനാക്കി എല്ലാവരും ഫിസിഷ്യൻ ഓർഡറിനാക്കി. നാലാമത്തെ പോയിന്റ് കംപ്ലീറ്റ് അല്ല, ഇതാണ് ഫിസിഷ്യൻ ഓർഡറിനാക്കി. നമ്മള് പേഷ്യന്റിന് ഫിസിഷ്യൻസ് ഓറലായിട്ടും റിട്ടേൺ ആയിട്ടും നമ്മുടെ റെക്കോർഡും എഴുതി, അതേപോലെ തന്നെ ഓറലായിട്ടും കുറച്ച് ഓർഡേഴ്സ് ഒക്കെ ആ പേഷ്യന്റിന് എന്ത് ചെയ്യുന്ന കൺസൾട്ട് ചെയ്യുന്ന ഫിസിഷ്യൻ ഉള്ള നേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റാഫിനോ കൊടുക്കാറുണ്ട്. അങ്ങനെ ഓരോ റിട്ടേൺ ആയിട്ടുള്ള ഓർഡേഴ്സിനെയാണ് നമ്മൾ ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രസ് നോട്ട്, നമ്മുടെ ഫിസിഷ്യൻ തന്നെയാണ് ആ പേഷ്യന്റിന്റെ പ്രോഗ്രസ് നോട്ട്. ആ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തപ്പോൾ ഇന്നതായിരുന്നു അവസ്ഥ, ഇപ്പോൾ ഇന്നതാണ് ഫോളോ അപ്പ് ചെക്കപ്പ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രോഗ്രസ് നോട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് പാത്തോളജി റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബയോപ്സി ഒക്കെ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട്, നമ്മളുടെ ടിഷ്യൂനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിപ്പോർട്ട് റിലേറ്റഡ് ടു ടിഷ്യൂ ആണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ചെറിയ എന്തെങ്കിലും മുഴയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ടിഷ്യൂസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഓർഗൻസോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ ചെറിയ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ റിപ്പോർട്ടാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബയോപ്സി ആണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ടിഷ്യൂ റിമൂവ് ചെയ്തിട്ട് അത് ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി വെച്ചാൽ, നമ്മുടെ ബോഡിക്ക് ദോഷകരമായിട്ടുള്ള സെല്ലാണോ അല്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബയോപ്സി ചെയ്യാറുണ്ട്. അങ്ങനത്തെ റിപ്പോർട്ടിനെയാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേഡിയോളജി റിപ്പോർട്ടാണ്. നമ്മൾ എക്സ്റേ സ്കാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടേ, അതേപോലെ അങ്ങനത്തെ അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്യും. അതേപോലെ അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ റിപ്പോർട്ടാണ് റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ECG റിപ്പോർട്ടാണ്. നെക്സ്റ്റ് കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. നമ്മൾ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്തു, പേഷ്യന്റ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് ഓപ്പറേറ്റീവ് ഡാറ്റയുടെ ഓപ്പറേഷൻ റിപ്പോർട്ട്. ഓപ്പറേറ്റീവ് ഡാറ്റ നമ്മുടെ പേഷ്യൻസിന് എന്ത് ഓപ്പറേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഓപ്പറേഷൻ റിപ്പോർട്ട് അറിയിപ്പോ ഓപ്പറേറ്റീവ് ഡാറ്റ പകരം സെയിം മീനിങ് ആണ് ഓപ്പറേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും സർജറി ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്തുള്ള ഡീറ്റെയിൽസും പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ സ്റ്റിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്.
പിന്നെ അനസ്തീഷ്യ റിപ്പോർട്ട്, നമ്മളെ പേഷ്യന്റിന് സർജറിക്ക് മുമ്പായിട്ട് അനസ്തീഷ്യ നമുക്കറിയാം ടൈപ്പ് അനസ്തീഷ്യ ഉണ്ട്. അപ്പൊ ഏത് അനസ്തീഷ്യ കൊടുത്തത്, എത്ര ഡോസ് ആണ് കൊടുത്തത്, അനസ്തീഷ്യ കൊടുത്ത സമയത്ത് ആ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ എങ്ങനെയായിരുന്നു, പൾസ് എങ്ങനെയായിരുന്നു, ബ്ലഡ് പ്രഷർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി സൂക്ഷിക്കാറുണ്ട്. അതാണ് അനസ്തീഷ്യ റിപ്പോർട്ടിൽ വന്നത്. ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഓപ്പറേഷൻ റിപ്പോർട്ടിനെയാണ്. ഓപ്പറേഷൻ റിപ്പോർട്ടിനെയാണ് നമ്മൾ പേഷ്യന്റിനോ ഓപ്പറേറ്റ് ചെയ്തതിൽ സർജറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഓപ്പറേറ്റീവ് ഡാറ്റയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി റിക്കവറി റൂം റെക്കോർഡ്, നമ്മൾ പേഷ്യന്റോ സർജറിയോ ട്രീറ്റ്മെന്റോ കൊടുത്ത് നമ്മൾ റിക്കവറി റൂമിലേക്ക് എത്തിക്കണം. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റീവ് റൂമിന്റെ ഓപ്പറേറ്റർ റിപ്പോർട്ട് വീണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നുള്ളൂ കേട്ടോ. ഓപ്പറേറ്റീവ് ഡാറ്റയും ഓപ്പറേറ്റർ റിപ്പോർട്ടും നമ്മൾ തന്നെയാണ്. മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ് അവർക്ക്. 10ഉം 13ഉം ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം 10ഉം 13ഉം സെയിം ആണ്. ഓറിജിനൽ ഓപ്പറേറ്റീവ് ഡാറ്റയുടെ ഒപ്പം എഴുതിയാൽ മതി. നേഴ്സിംഗ് ഡാറ്റ, നേഴ്സിംഗ് നോട്ട് എന്ന് പറയും. നേഴ്സിംഗ് ഡാറ്റ നേഴ്സിംഗ് നോട്ട്. അപ്പൊ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, നേഴ്സ് ആണ് നമ്മളിപ്പോ ഫിസിഷ്യനേക്കാളും കൂടുതൽ പേഷ്യൻസിനെ പരിശീലിക്കുന്നത് ആരാണ്? നേഴ്സാണ്. അപ്പൊ നേഴ്സുകൾ ഒരു എന്താ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പേഷ്യന്റ് പ്രോബ്ലംസ്, പേഷ്യന്റ് ബിഹേവിയർ, ഇപ്പൊ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ടൈം ടു ടൈം അവർ എത്ര സമയത്തുള്ളിൽ ഇവ റിപ്പോർട്ട് ചെയ്ത് വെക്കാറുണ്ട്. അത് ഏതായിരിക്കും? നേഴ്സിംഗ് ഡാറ്റ അല്ലെങ്കിൽ നേഴ്സിംഗ് നോട്ടിലായിരിക്കും ഈ ഡീറ്റെയിൽസ് കൊടുക്കാറ്. നേഴ്സിംഗ് ഡാറ്റ അല്ലെങ്കിൽ നേഴ്സിംഗ് നോട്ട് സെയിം ആണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് PPR ഗ്രാഫ് ചാർട്ട്, പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ഡീറ്റെയിൽസ് നമ്മൾ PPR ചാർട്ടിലാണ് എഴുതി വെക്കാറ്. അതിന്റെ ഫുൾ ഫോം PPRന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ അത് എഴുതിയാൽ മതി. പിന്നെ മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് ആണ് ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. എന്തൊക്കെ മെഡിസിൻസ് ആണ്, എത്രയാണ് അതിന്റെ ഡോസ്, എത്ര ടൈംസ് ആണ് നമ്മൾ കൊടുത്തത്, എന്ത് മെത്തേഡിലൂടെയാണ് കൊടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ മെഡിക്കേഷൻ ഷീറ്റിൽ എഴുതി വെക്കാറ്. ഇനി ഡയറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഡയറ്റ് ആണ് അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞ ഫുഡൊക്കെ. PPR ടെമ്പറേച്ചർ, പൾസ് ആൻഡ് റെസ്പിറേഷൻ, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ കേട്ടോ. മെഡിറ്റേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ഡയറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡയറ്റീഷ്യൻ ആണ് പേഷ്യൻസ് എന്ത് കൊടുക്കുന്നത്, ഡയറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പൊ ആ ഡീറ്റെയിൽസ് ആണ് ഡയറ്റ് ചാർട്ടിൽ വരുന്നത്. ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, എന്തെങ്കിലും ഫിസിയോതെറാപ്പി ആയിട്ട് ട്രീറ്റ്മെന്റ് പേഷ്യൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിൽ വരുന്നത്. റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട് പറഞ്ഞാൽ റെസ്പിറേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ടിൽ വരും. നെക്സ്റ്റ് മിസലേനിയസ് റിപ്പോർട്ട് ആണ്. മിസലേനിയസ് റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞാല് നമ്മള് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ, സ്പെഷ്യലൈസ്ഡ് കെയറോ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മിസലേനിയസ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. ലബോറട്ടറി റിപ്പോർട്ട് എന്ന് വെച്ചാൽ ലാബ് ടെസ്റ്റ്, നമ്മള് ലാബിലൊക്കെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്ന് അറിയാം. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. പേഷ്യന്റ് നെയ്യുടെ ഏജ്, ഡേറ്റും അതേപോലെ സമയത്ത് പേഷ്യന്റിന്റെ റിസൾട്ട് നമ്മുടെ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ലാബിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ആ റിപ്പോർട്ടുകളെയാണ് ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റ് ഡിസ്ചാർജ് ആവുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ ഡിസ്ചാർജ് സമ്മറി അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് വരുന്നത്. ഹോസ്പിറ്റൽസിൽ നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ആക്കി എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, എന്തായിരുന്നു ആ പേഷ്യന്റ് അസുഖം, ഇപ്പൊ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ് ആ പേഷ്യന്റ് കണ്ടീഷൻ, ഇപ്പൊ അദ്ദേഹത്തിന് നല്ല മെഡിക്കൽ ഹെൽത്ത് ഉണ്ടോ, അതേപോലെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഫോളോ ചെയ്യാൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ, ഈ എത്ര നാൾ കഴിഞ്ഞിട്ട് വേണം എന്തിനു വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെക്കപ്പിന് വന്നേന്ന് വരെ എന്തിനുണ്ടാവും ഡിസ്ചാർജ് സമ്മറിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. ഓക്കെ,
ഫസ്റ്റത്തേതാണ് നമ്മൾ പറഞ്ഞ പോലെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. നമ്മളൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു അഡ്മിഷൻ ഫയൽ അല്ലെങ്കിൽ അഡ്മിഷൻ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതിൽ പറയുന്നത് വെച്ചാൽ എന്താണ് ആ പേഷ്യന്റ് ഡയഗ്നോസിസ്, നമ്മൾ ഫിസിഷ്യൻ പേഷ്യന്റ് പരിശോധിച്ച് അറ്റൻഡ് ചെയ്ത് ആ ഫിസിഷ്യൻ എന്താണ് ആ ഡയഗ്നോസിനെ കുറിച്ച് മനസ്സിലായത്, എന്തൊക്കെ പ്രൊസീജിയർ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിത്തൗട്ട് സിംറ്റംസ് ഇന്റഗ്രേഷൻ നമുക്കറിയാം. ഡോക്ടേഴ്സിലേക്ക് നമുക്ക് ആണ് കുറച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചപ്പോൾ ഒരുപാട് അബ്രിവേഷൻ ഒക്കെ യൂസ് ചെയ്യും, ഒരുപാട് സിംറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ പൂർണ്ണമായിട്ടും റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ദ പ്രൊസീജിയേഴ്സ്. നമ്മൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ നമ്മൾ എന്ത് ഡയഗ്നോസ് ആണ്, ആ പേഷ്യന്റ് എന്താണ് അസുഖം, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. The attending physician is liable for giving and authenticating the informations. നമ്മള് ഈ നമ്മുടെ പേഷ്യന്റിനെ നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ പരിശോധിക്കുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ആരാണോ അദ്ദേഹമാണ് ഈ ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് അർഹതയുള്ളത്, അധികാരമുള്ളത്. ഒതന്റിക്കേറ്റിംഗ് വെച്ചാല് അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ ആർക്ക് മാത്രമേ ഉള്ളൂ, അറ്റൻഡിങ് ഫിസിഷ്യന് മാത്രമേ പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ കൊടുക്കാനുള്ള അല്ലെങ്കിൽ എഴുതാനുള്ള അധികാരമുള്ളൂ. ഓൾ ഡയഗ്നോസിസ് പ്രൊസീജിയർ need well written in full without symbols and abbreviation. നമ്മൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ എഴുതുമ്പോൾ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അബ്രിവിയേഷനും സിംബൽസും ഒഴിക്കും. അങ്ങനെ കൂടാതെ റിട്ടേൺ ആയിട്ട് വേണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട്. എന്തൊക്കെയാണ് ഡയഗ്നോസ് ചെയ്തത്, എന്താണ് പേഷ്യന്റ് അസുഖം എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, ഇനി എന്ത് ട്രീറ്റ്മെന്റ് ആണ്, എന്ത് പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ആ പേഷ്യന്റ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എഴുതാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, അറ്റൻഡിങ് ഫിസിഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ് നോക്കി. മെഡിക്കൽ ഹിസ്റ്ററി ആണ് നമ്മുടെ പേഷ്യന്റിന്റെ പാസ്റ്റ് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അസുഖങ്ങൾ അലർജീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പരിശോധിക്കാറുണ്ട്. അപ്പൊ അതെല്ലാമാണ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ. പണ്ട് എന്തെങ്കിലും അസുഖം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പേഷ്യന്റിനോട് ചോദിച്ചറിയാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സർജറിയുടെ ഓപ്പറേഷന്റെ ഒക്കെ ഭാഗമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് അഡ്മിഷൻ ക്ലർക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഹെഡ് നേഴ്സ് ആണ് നമ്മൾ ചോദിക്കാറ്, എന്തെങ്കിലും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതേപോലെ ഇപ്പോഴത്തെ അസുഖം എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതേപോലെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതേ അസുഖം വന്നിട്ടുണ്ടോ, ഇപ്പൊ ഹാർട്ട് അറ്റാക്കും അതേപോലെ ക്യാൻസർ ഒക്കെ കുറച്ച് ശതമാനം വരെ പാരമ്പര്യമായിട്ട് വരുന്നതാണെന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കുറച്ച് പെർസെന്റേജ് കുറച്ച് പാരമ്പര്യമായിട്ട് വരുന്നതാണ്, കുറച്ച് എന്താണ് നമ്മളുടെ ജീവിതശൈലി കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്. അപ്പൊ ക്യാൻസർ ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ ചോദിക്കാറുണ്ട് വേറെ ആർക്കും ഈ അസുഖം ഫാമിലിയിലുണ്ടോ. ഡയബറ്റിക് ആവട്ടെ, നമ്മളിപ്പോ ഡയബറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഷുഗർ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കും, എന്നോട് ചോദിക്കാറുണ്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റിക് ഉണ്ടായിട്ടുണ്ടോ, ഫാമിലിയിൽ ആരെങ്കിലും ഡയബറ്റിക്കിന് മെഡിസിൻസ് എടുക്കുന്നുണ്ടോ. മനസ്സിലാവുന്നില്ലേ ടോമേ? ഇത്രയും കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ നോക്കാം കേട്ടോ. ഇനി മെഡിക്കൽ ഹിസ്റ്ററിയാണ് നമ്മൾ വായിക്കാൻ പോണത്. ഡാറ്റ ഫിസിഷ്യൻ യൂസ് ടു എസ്റ്റാബ്ലിഷ് എ professional diagnosis on which the place of treatment of the patient. നമ്മള് ഈ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ പ്രാഥമികമായിട്ട് പരിശോധിച്ച സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഡയഗ്നോസിസ് ചെയ്തത്, എന്താണ് ആ പേഷ്യന്റ് അസുഖം നമുക്ക് ഫിസിഷ്യന് മനസ്സിലായത്, അതിനെ കുറിച്ചുള്ള ഡാറ്റാസ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതിൽ വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് വേറൊരു പോയിന്റ് ആണ് പേഷ്യന്റ് വരെ ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഇൻക്ലൂഡ് ചീഫ് കംപ്ലൈന്റ്, എന്താണ് ആ പേഷ്യന്റിന്റെ കംപ്ലൈന്റ്, പേഷ്യന്റ് എന്ത് പ്രശ്നമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. പ്രസന്റ് ഇൽനെസ്,
ഇപ്പോഴത്തെ അസുഖം എന്താണ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഇതിന് മുമ്പ് അദ്ദേഹം എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, ഫാമിലി ഹിസ്റ്ററി, ഇതിന് മുമ്പ് എന്തെങ്കിലും അസുഖത്തിന് ഫാമിലിയിൽ ആർക്കെങ്കിലും വലിയ അസുഖമുണ്ടോ, പിന്നെന്താണ് റിവ്യൂ ഓഫ് സിസ്റ്റം, നമ്മള് മെഡിക്കൽ ഹിസ്റ്ററി അതേപോലെ തന്നെ ടെക്നിക്സ് ഒരു ഇൻവോൾവ് ചെയ്യുന്ന ഒരു സീരീസിനാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കോമൺ ആയിട്ട് ആരോട് ചോദിക്കാറുണ്ട്, പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട്. അതാണ് ഈ റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ആ സിംറ്റംസിനെ കുറിച്ചിട്ടും എന്തൊക്കെയാണ് ഡോക്ടറിനോട് ചോദിക്കുന്നത്. പനിയായിട്ട് ചെല്ലുകയാണെങ്കിൽ ഡോക്ടർ സാധാരണ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്, ചോദ്യമുണ്ടോ, ജലദോഷമുണ്ടോ, ശ്വാസം എടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറില്ല. അങ്ങനെ ഒരു റിവ്യൂ ഓഫ് സിസ്റ്റത്തിന് വേണ്ടി ഒരു ടെക്നിക്കാണ് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവസ്ഥ അറിയാൻ വേണ്ടി സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചു. അത് മെഡിക്കൽ ഹിസ്റ്ററിയിൽ എഴുതി സൂക്ഷിക്കും. ഇത്രയുമാണ് മെഡിക്കൽ ഹിസ്റ്ററി പറയണത്. നമ്മൾ രണ്ട് കാര്യമാണ് നോക്കിയത്, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ എന്ത് അസുഖമാണ് ഡയഗ്നോസ് ചെയ്തത്, അതേപോലെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇത് എഴുതി സൂക്ഷിക്കാൻ, ഇതിനെ എഴുതാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ ആ പേഷ്യന്റിന് ആരാണോ അറ്റൻഡ് ചെയ്തത് ആ ഫിസിഷ്യന് മാത്രമേ ഇതിനുള്ള അധികാരമുള്ളൂ. ഇനി നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന പ്രൊസീജിയേഴ്സും അതേപോലെ ഡയഗ്നോസിസും, അസുഖം എന്താണെന്ന് ഫുള്ളായിട്ട് റിട്ടേൺ ആയിട്ട് എഴുതണം. അതേപോലെ അബ്രിവേഷൻസോ സിംബൽസോ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഫിസിഷ്യൻ എന്ത് ചെയ്യും, പ്രാഥമികമായിട്ട് പേഷ്യന്റിനെ പരിശോധിച്ച് അദ്ദേഹത്തിന് എന്താണോ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റിയത്, എന്ത് അസുഖമാണ് കണ്ടെത്താൻ പറ്റിയത്, അത് എഴുതി വെക്കും മെഡിക്കൽ ഹിസ്റ്ററിൽ. ഇനി പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഷ്യന്റ് പറയണേ ഇന്ന കംപ്ലൈന്റ് ആണ് എനിക്ക് ഉള്ളത്, ഇന്ന പ്രശ്നമാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്, അതേപോലെ ഇന്ന അസുഖം എനിക്കുണ്ട്, പ്രസന്റ് ഇൽനെസ്, ഇത് കൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതെന്ന് പേഷ്യന്റ് പറയുന്നത്. അത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഇതിന് മുമ്പ് ഇന്ന അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ്. ഫാമിലി ഹിസ്റ്ററി, എന്റെ ഫാമിലിക്ക് ഇതേപോലെ അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയും, അങ്ങനെ ആർക്കും ഇല്ലെങ്കിൽ അതും പറയും. പിന്നെ റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിഷ്യൻ പേഷ്യന്റിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കുറച്ചൊരു സീരിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഏത് റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മള് സിംറ്റംസ് ഒക്കെ ചോദിക്കും, അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് സൂക്ഷിക്കും. ഇത്രയുമാണ് നമ്മൾ എടുത്തത്. ഒന്ന് വായിച്ചു, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി ഒന്ന് വായിച്ചു. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജസ്, ഓക്കെ, സെക്കൻഡ് പോയിന്റ് അല്ലെ. അതില് നമ്മൾ അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് നമ്മളെ ഈ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് റെക്കോർഡില് എന്ത് ചെയ്യാനായിട്ട് എഴുതാനുള്ള അധികാരമുള്ളത്. ഒതന്റിക്കേഷൻ ആർക്ക് മാത്രമുള്ള, അറ്റൻഡിങ് ഫിസിഷ്യന് മാത്രമുള്ളൂ. ഇനി ഈ നമ്മൾ എഴുതുന്ന ഈ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് ഫുള്ളായിട്ട് എഴുതി സൂക്ഷിക്കണം. നമ്മുടെ സിംറ്റംസോ അല്ലെങ്കിൽ സിംറ്റംസോ അബ്രിവേഷനോ യൂസ് ചെയ്യാതെ ഫുള്ളായിട്ട് റിട്ടേൺ ആയിട്ട് അത് എഴുതി സൂക്ഷിക്കണം. രണ്ടും രണ്ട് പോയിന്റ് ആണ്. ആ ഓള് മുതൽ നെക്സ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. The attending physician is liable for giving and authenticating the information. നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷന്റെ ഒതന്റിക്കേഷൻ അതേപോലെ തന്നെ കൊടുക്കാനും ആർക്ക് മാത്രമേ അധികാരമുള്ളൂ, അല്ലെങ്കിൽ ആര് മാത്രമേ ലൈബിൾ ഉള്ളൂ, അറ്റൻഡിങ് ഫിസിഷ്യന് മാത്രമേ അധികാരമുള്ളൂ. അതേപോലെ ഓൾ ദ പ്രൊസീജിയർ ആൻഡ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ നീഡ് വെൽ റിട്ടേൺ ഇൻ ഫുൾ. നമ്മൾ ഈ പ്രൊസീജിയറും അതേപോലെ ഡയഗ്നോസിസും ഫുള്ളായിട്ട് എഴുതി സൂക്ഷിക്കണം. വിത്തൗട്ട് സിംബൽസ് ആൻഡ് അബ്രിവേഷൻസ്, നമ്മൾ അബ്രിവേഷൻ ചുരുക്കെഴുത്തോ അതേപോലെ സിംബൽസോ ഒന്നും യൂസ് ചെയ്യാതെ ഫുള്ളായിട്ട് നമ്മളത് എഴുതി അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ എഴുതി സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്.
എല്ലാരും വായിച്ചു നോക്കിയോ? മനസ്സിലായോ?